ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ദില്ലി കേരള ഹൌസിൽ ബോംബ് ഭീഷണി. അരമണിക്കൂർ മുൻപാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. വൈഎസ് അഭിനന്ദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിനന്ദ്, എവിടെ നിന്നാണ് ഈ സന്ദേശം? എപ്പോഴാണ് ഇത് ലഭ്യമായത്? എങ്ങനെയാണ് പരിശോധനകൾ? മാധു, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലേക്ക് ഒരു ബോംബ് ഭീഷണി ഉണ്ടായതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അത് ഇമെയിൽ മുഖേന ഒന്നും ഒരു തരത്തിലുള്ള സന്ദേശവും ദില്ലി പോലീസിനോ ഒപ്പം തന്നെ കേരള ഹൗസിലുള്ള അധികൃതർക്കോ ലഭിച്ചിട്ടില്ല. അരമണിക്കൂർ മുൻപാണ് ബോംബ് ഭീഷണി ഇതുവരെ ഉണ്ടായത്. ഭീഷണിയുടെ ഉറവിടം നിലവിൽ വ്യക്തവുമല്ല. ജാഗ്രത നിർദ്ദേശം നിലനിൽക്കുന്നതിനാണ് പരിശോധന എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നതായാലും സുരക്ഷാ സംഘടന നേതൃത്വത്തിൽ പരിശോധനകൾ ഇപ്പോൾ ദില്ലി കേരള ഹൗസ് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ദില്ലി പോലീസ് നേതൃത്വത്തിൽ ഒരു വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ നമുക്കറിയാം, ഇന്നലെയാണ് ഒരു ഭീഷണി സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ വലിയ സ്ഫോടനം നടക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായത്. ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ ചില സ്ഫോടനങ്ങൾ നടക്കും. ചെങ്കോട്ട, വിജയ് ചൗക്ക് ഉൾപ്പെടെ ദില്ലിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പ് കൂടി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സാധാരണ പരിശോധന നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് ദില്ലി പോലീസ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇവിടെ ദില്ലി കേരള ഹൗസിൽ എത്തുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുൻകൂട്ടിയുള്ള പരിശോധനകൾ കൂടി നടത്തുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ടായത്. ഇമെയിൽ മുഖേന അല്ലെങ്കിൽ ഒരു സന്ദേശം മുഖേന ഒന്നുമല്ല, ഒരു വാക്കാൽ ഒരു ബോംബ് ഭീഷണി കേരള ഹൗസിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പരിശോധനകൾ ഇപ്പോൾ ഊർജിതമായി പോലീസിന്റെയും സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ നമുക്ക് അവിടെ എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനും കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം തന്നെ അഭിനന്ദിലേക്ക് തിരികെ വരികയും ചെയ്യാം. ഇന്ന് പ്രധാനപ്പെട്ട മറ്റു രണ്ട് സംഭവങ്ങൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി അന്തർദേശീയ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ വരുമ്പോൾ, ഭീഷണി സന്ദേശങ്ങളൊക്കെ വരുമ്പോൾ ആശങ്കയുണ്ടാവുകയും ചെയ്യും. വൈഎസ് അഭിനന്ദ് അല്പസമയത്തിനകം തന്നെ കേരള ഹൗസിലേക്ക് എത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യും.